ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജാനൂസ് നാടൻ കിച്ചൺ. നമുക്ക് ബേക്കറികളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ബൂന്തി ലഡു വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് കടലമാവ് കട്ടകളൊന്നുമില്ലാതെ അരിച്ച് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് ടൈം എടുത്ത് കലക്കിയെടുക്കണം. എന്നാലേ മുഴുവനായും നല്ലതുപോലെ കലങ്ങി കിട്ടുകയുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ബൂന്തി തയ്യാറാക്കാനുള്ള മാവ് കലക്കിയെടുക്കുന്നത്. അധികം ലൂസായി പോവരുത്. ലൂസായി പോയാൽ ബൂന്തിയുടെ ഷേപ്പ് മാറിപ്പോവും. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഹോൾസ് ഉള്ള ഒരു സ്പൂൺ എടുത്ത് അതിലേക്ക് മാവ് കോരി ഒഴിച്ച് ബൂന്തി ഫ്രൈ ചെയ്തെടുക്കുക. ബൂന്തി നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പൊങ്ങി വരുന്നുണ്ട്. അധിക സമയം ബൂന്തി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വേഗം തന്നെ നമുക്ക് കോരി എടുക്കാം. ഇതേപോലെ മുഴുവൻ ബൂന്തിയും നമുക്ക് പൊരിച്ചെടുക്കാം. മുഴുവൻ ബൂന്തിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടി പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിനുവേണ്ടി 2 കപ്പ് പഞ്ചസാരയാണ് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. പഞ്ചസാര ഉരുകി വരുന്നുണ്ട്. ഇനി ഒറ്റനൂൽ പാകത്തിലായാൽ ലോ ഫ്ലെയിമിലേക്കാക്കി നമുക്ക് ബൂന്തി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സിറപ്പ് കൂടിപ്പോയെന്ന് തോന്നാം. എന്നാൽ കുറച്ച് സമയം ബൂന്തി ഇതിലേക്ക് ഇട്ട് വെച്ചാൽ തന്നെ സിറപ്പൊക്കെ ബൂന്തി വലിച്ചെടുത്തിട്ടുണ്ടാവും. ഇനി 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. നെയ്യ് വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ കൂടുതൽ നെയ്യ് എടുത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി ഒന്ന് വറുത്ത് ബൂന്തിയിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടോടെ തന്നെ നമുക്ക് ലഡു ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. തള്ളവിരൽ കൊണ്ട് നന്നായി പ്രസ് ചെയ്തതിന് ശേഷം ഉരുട്ടിയെടുക്കണം. എന്നാലേ നല്ലതുപോലെ ഉരുണ്ട് കിട്ടുകയുള്ളൂ. ഒരു ദിവസം വെച്ചതിന് ശേഷമേ ഇത് നന്നായി ഉറച്ച് കിട്ടുകയുള്ളൂ. ഏകദേശം 23ഓളം ലഡു നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ബേക്കറികളിൽ നിന്ന് ഓടിപ്പോകാതെ വിശേഷ ദിവസങ്ങൾ നമുക്ക് തേനൂറും മധുരമൂറും ലഡു വീട്ടിൽ തന്നെ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.